ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് റമദാൻ ഡേ 9 ആണ്. അപ്പോൾ നമ്മൾ അൽഹംദുലില്ലാ 9 നോമ്പുകൾ കംപ്ലീറ്റ് ആക്കിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ ഉൾപ്പെടുത്തിയ ഒരു ചെറിയ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ ഷോർട്സ് ആയിട്ട് ഇടാത്ത എന്താണെന്ന് വെച്ചാൽ പല കാര്യങ്ങളും പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞു തീരുന്നില്ല. അതുകൊണ്ട് ഞാൻ ചെറിയൊരു വീഡിയോ ആയിട്ട് തന്നെ അങ്ങനെ ഇട്ട് പോകാമെന്ന് ഓർത്തു. അപ്പോൾ വലിയ കാര്യങ്ങളൊന്നുമില്ല, ചെറിയ ചെറിയ വിശേഷങ്ങളേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഉള്ളി പൊളിച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം പെട്ടെന്നൊരു ക്യുക്കായിട്ടുള്ളൊരു ബീഫ് കറി ഉണ്ടാക്കി അത് എല്ലാം കൂടി മൊത്തത്തിലൊന്നിട്ടു നമ്മൾ കുക്കറിലിട്ട് അടുപ്പിക്കുകയാണ്. അപ്പം പിന്നെയാണ് നമ്മൾ താളിച്ചൊഴിക്കുന്നത് കേട്ടോ. അങ്ങനെയാണ് ഞാൻ ഇന്ന് വെച്ചത്. ഞാൻ പല ടൈപ്പിൽ വെക്കാറുണ്ട്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ആവാൻ വേണ്ടിയിട്ട് അങ്ങനെ വെച്ചു. അതിൽ അത്ര വലിയ നല്ല കണ്ടീഷനിലൊന്നും ഇല്ലായിരുന്നു, കുറച്ച് വയ്യായികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് നമ്മുടെ പണികളൊക്കെ തീർക്കാമല്ലോ എന്ന് ഓർത്തു. പിന്നെ നമുക്ക് തേങ്ങാപ്പാൽ എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് തേങ്ങയൊക്കെ ചിരകി വെച്ചു. പിന്നെ ഞാൻ ഉച്ച കഴിഞ്ഞിട്ട് ആണ് പിന്നെ ഞാൻ അടുക്കളയിലേക്ക് പോകുന്നത് കേട്ടോ. പിന്നെ ഞാൻ കുളിച്ചു, ഫ്രഷായി, സുഹാനെ ഉറക്കി കുറച്ച് നേരം ഞാനും റെസ്റ്റൊക്കെ ചെയ്തു. അത് കഴിഞ്ഞ് താഴേക്ക് പോയപ്പം ബീഫ് കറിയൊക്കെ സെറ്റായിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ താളിച്ചൊക്കെ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് കിഴങ്ങ് ഇങ്ങനെ കുറേ ദിവസമായിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പം നമുക്കത് എങ്ങനെ ചോറൊന്നും നമ്മൾ വെച്ച് കഴിക്കുന്നത് വളരെ കുറവാണ് ഇപ്പം. അങ്ങനെ ഒന്നും ചിലവായി പോകുന്നില്ല. അപ്പം ഞാൻ ഓർത്തു ഫ്രഞ്ച് ഫ്രൈസ് ആയിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് അത്ര വലിയ പെർഫെക്റ്റ് ആയിട്ടൊന്നും വരില്ല, എന്നാലും ഫ്രഞ്ച് ഫ്രൈസ് ആയിട്ട് ഉണ്ടാക്കി പിള്ളേരെയൊക്കെ ഒന്ന് പറ്റിക്കാമല്ലോ. അങ്ങനെ ഞാൻ സൊഹാന് വേണ്ടി കുറച്ചുണ്ടാക്കി, പിന്നെ കുറച്ച് കൂടുതലും കൂടി ഉണ്ടാക്കി. അങ്ങനെ ഫ്രഞ്ച് ഫ്രൈസിൻ്റെ റെസിപ്പിയൊന്നും എല്ലാവർക്കും കാണിച്ചു തരേണ്ട കാര്യമില്ല, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. അങ്ങനെ പെട്ടെന്ന് കുറച്ച് ആദ്യം ഫ്രൈ ചെയ്തിട്ട് സൊഹാന് മാത്രം കൊടുത്തു. പിന്നെ ഞാൻ ബാക്കി ഫ്രൈ ചെയ്ത് വെച്ചു കേട്ടോ. പിന്നെ ഞാൻ ഈ വീഡിയോസിലൊന്നും നമ്മൾ നോമ്പ് തുറക്കുന്നതും അങ്ങനെയൊന്നും കാണിക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പ്രൈവസി എല്ലാവരും ഉണ്ടല്ലോ, എല്ലാവരും ഒത്തുള്ള ആ ഒരു കാര്യങ്ങളൊന്നും കാണിക്കാൻ വലിയ താല്പര്യം തോന്നിയില്ല. അതുകൊണ്ടാണ് പിന്നെ എല്ലാവരും കൂടിയിരുന്ന് നോമ്പൊക്കെ തുറന്ന് അങ്ങനെ വിശേഷങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്ന സമയമല്ലേ, അതുകൊണ്ടാണ് ഞാൻ അതൊന്നും ഇൻക്ലൂഡ് ആക്കാത്തത്. അപ്പോൾ അൽഹംദുലില്ലാ നമ്മുടെ നോമ്പ് 9ാമത്തെ നോമ്പ് നമ്മൾ തുറന്നിരിക്കുകയാണ്. അങ്ങനെ പിന്നെ നമ്മൾ റൂമിലേക്ക് പോയി ഇശാ നമസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് കിടന്നുറങ്ങാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അൽഹംദുലില്ലാ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ.